ക്രിസ്മസ് സ്പെഷ്യൽ പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 2 കപ്പ് ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയേക്കാൾ നല്ലത് ഇഡ്ഡലി റൈസാണ്. അത് നന്നായി കഴുകി ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്ത് വെച്ചതാണിത്. ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇതിൽ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഒരു തേങ്ങയുടെ പാലുണ്ട്, അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതിനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് ചോറാണ്, അത് നിറച്ചെടുത്തിട്ടുണ്ട്. കപ്പി കാച്ചുന്നതിന് പകരം ചോറാണ് അരച്ചെടുക്കുന്നത്. ഇതൊരു 1/2 ടീസ്പൂണിലും അല്പം താഴെ ആണ് ഈസ്റ്റ്. നമ്മൾ സമ്മർ ആണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇത്ര ഇടുന്നത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് മൊത്തം ഇത് അരച്ചെടുത്ത് വയ്ക്കാനായിട്ട് 2.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ദോശമാവിനേക്കാളും കുറച്ചുകൂടി അഴഞ്ഞ രീതിയിലുള്ള മാവാണ് വേണ്ടത്. എന്നാൽ അധികം വെള്ളമായി പോവുകയും ചെയ്യരുത്. ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്കൊരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പൊങ്ങി വന്നു. ഓരോരുത്തരുടെ ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം വരും ഈ മാവ് പൊങ്ങി വരാനായിട്ട്. ഇനിയൊന്ന് അധികം ഫോഴ്സ് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അപ്പം ചുടാനായിട്ട് എടുക്കാം. അപ്പച്ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചുറ്റിച്ചെടുത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം അപ്പം ചുട്ടെടുക്കാൻ. സൈഡെല്ലാം നല്ല ക്രിസ്പിയായും എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഇനി പൂവിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒരപ്പം കൂടി ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്